ഇന്ത്യ വിജയിച്ചതോടെ പരമ്പരയിലെ മൂന്നാം മത്സരം അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് അവസാന പരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് ലഭിക്കുന്ന മികച്ച വേദിയാകും മൂന്നാം ഏകദിനം. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിൽ കളിച്ച ടീമിൽ ചില വമ്പൻ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ മൂന്നാം മത്സരത്തിൽ ഇറങ്ങാനാണ് സാധ്യതകൾ. ചില സൂപ്പർ താരങ്ങൾക്ക് ഈ കളിയിൽ നിന്ന് ഇന്ത്യ വിശ്രമം നൽകിയേക്കും. അത്തരത്തിൽ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ ഒന്ന് നോക്കാം. ആദ്യ രണ്ട് കളികളിലും കിടിലൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത താരമാണ് ശുഭ്മാൻ ഗിൽ. നാഗ്പൂരിൽ നടന്ന ഒന്നാം ഏകദിനത്തിൽ 87 റൺസ് നേടിയ താരം കട്ടക്കിൽ 60 റൺസാണ് സ്കോർ ചെയ്തത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകളിൽ ഒരാളാണ് ഗിൽ. ഇതുകൊണ്ട് തന്നെ മൂന്നാം ഏകദിനത്തിൽ നിന്ന് ഗില്ലിന് ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ സാധ്യത കൂടുതലാണ്. ഗില്ലിന് വിശ്രമം നൽകി പുറത്തിരുത്തുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളിന് ടീമിൽ ഇടം ലഭിച്ചേക്കും. നേരത്തെ നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം കളിച്ച ജയ്സ്വാളിന് പക്ഷേ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായ ജയ്സ്വാളിന് ടൂർണമെന്റിന് മുൻപ് ഒരവസരം കൂടി നൽകുന്നത് നല്ലതാണ്. ആദ്യ രണ്ട് ഏകദിനങ്ങളിലും ഇന്ത്യക്കായി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു പ്രധാന താരമാണ് ശ്രേയസ് അയ്യർ. ആദ്യ കളിയിൽ 59 റൺസും രണ്ടാം ഏകദിനത്തിൽ 44 റൺസുമാണ് ശ്രേയസ് നേടിയത്. ഈ പ്രകടനങ്ങളിലൂടെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രേയസിനായി. ഈ സാഹചര്യത്തിൽ മൂന്നാം ഏകദിനത്തിൽ നിന്ന് ശ്രേയസിന് ഇന്ത്യക്ക് വിശ്രമം നൽകാനാവുന്നതാണ്. ശ്രേയസിന് വിശ്രമം അനുവദിച്ചാൽ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് പ്ലേയിങ് 11-ൽ അവസരം നൽകാൻ ഇന്ത്യക്കാവും. മൂന്നാം ഏകദിനത്തിൽ യുവ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനും ഇന്ത്യക്ക് പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യ രണ്ട് മത്സരങ്ങളിലും പുറത്തിരുന്ന സുന്ദറിനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പരീക്ഷിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ്. സുന്ദറിനെ കളിപ്പിക്കുകയാണെങ്കിൽ അക്സർ പട്ടേലിനാകും പ്ലേയിങ് 11-ൽ നിന്ന് സ്ഥാനം നഷ്ടമാവുക. ആദ്യ രണ്ട് കളികളിൽ പുറത്തിരുന്ന യുവ പേസർ അർഷ്ദീപ് സിംഗിനും മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചേക്കും. മുഹമ്മദ് ഷമിക്ക് പഴയ മൂർച്ചയിൽ പന്തെറിയാൻ സാധിക്കുന്നില്ലെന്ന് ആദ്യ ഏകദിനങ്ങളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അർഷ്ദീപിന് ഇന്ത്യയുടെ തന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചേക്കും. മൂന്നാം ഏകദിനത്തിൽ ഹർഷിത് റാണയ്ക്ക് പകരം അർഷ്ദീപ് കളിക്കാനാണ് സാധ്യത. അതേസമയം കിടിലൻ ജയം നേടി പരമ്പര സ്വന്തമാക്കിയിട്ടും രണ്ടാം ഏകദിനം കഴിയുമ്പോൾ ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. പരിക്കിനെ തുടർന്ന് ആദ്യ കളി നഷ്ടമായ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവായിരുന്നു കട്ടക്ക് ഏകദിനത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്ന്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോശം ഫോമിലുള്ള കോഹ്ലി ഫോമിലേക്ക് മടങ്ങി എത്തുന്നത് കാണാനാണ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരുന്നത്. എന്നാൽ രണ്ടക്കം പോലും കാണാതെ താരം പുറത്തായി. 305 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ കോഹ്ലി 8 പന്തിൽ 5 റൺസ് നേടിയാണ് പുറത്തായത്. ഒരു ക്ലാസിക് 4 നേടി തുടങ്ങിയ കോഹ്ലി ആദിൽ റഷീദിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ടിന് ക്യാച്ച് സമ്മാനിച്ചാണ് പവലിയനിലേക്ക് മടങ്ങിയത്. ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കെ കോഹ്ലിക്ക് ഫോം വീണ്ടെടുക്കാൻ സാധിക്കാത്തത് രണ്ടാം ഏകദിനം കഴിയുമ്പോൾ ഇന്ത്യക്ക് സമ്മാനിക്കുന്ന തലവേദന ചെറുതല്ല.